പുസ്തകം എടുത്ത് വായിക്കാൻ. ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ചുമ്മാ ഇങ്ങനെ വായി വരുന്ന കോതയ്ക്ക് പാടാനുള്ളതല്ല. ഒരു കാര്യം നമുക്കറിയാൻ മേലെങ്കിൽ ഫസ്റ്റ് വായിച്ച് പഠിക്കുക, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒഫീഷ്യൽ സൈറ്റിൽ പോയി നോക്കുക, എന്നിട്ട് വരണം വളവളവളാന്ന് എഴുതാൻ. ഈ ജാതിയുടെ പേരിൽ എത്ര കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിട്ടുള്ളത് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ എണ്ണി 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 പറയാം. ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടിയെക്കുറിച്ച് ഒരു നല്ല വീഡിയോ അല്ലെങ്കിൽ ഒരു നല്ല കാര്യമോ എഴുതുകയാണെങ്കിൽ ഉടനെ അതിൻ്റെ അടിയിൽ വന്ന് എഴുതുന്ന ഒരു വാചകമാണ് മണിപ്പൂർ, അല്ലെങ്കിൽ മണിപ്പൂരിൻ്റെ ഒരു വയലൻസിൻ്റെ ഒരു ഫോട്ടോ. ഈ എഴുതുന്ന ആൾക്കാരോട് മണിപ്പൂരിൻ്റെ ഹിസ്റ്ററി ചോദിച്ചാൽ അവർക്ക് അതിൻ്റെ ABCD അറിയാൻ മേലായിരിക്കും. ചുമ്മാ ഈ പിള്ളേർക്ക് എംപോസിഷൻ കൊടുക്കത്തില്ല, എന്തെങ്കിലും തെറ്റിച്ചാൽ 100 വട്ടം എഴുതാൻ പറഞ്ഞുകൊണ്ടും ടീച്ചേഴ്സ് കൊടുക്കുന്ന പോലെ പൊളിറ്റീഷ്യൻസ് കൊടുത്തു വിട്ടിരിക്കുക കുറേ ആൾക്കാരോട്. എന്താര് പറഞ്ഞാലും ഉടനെ എഴുതിക്കോ മണിപ്പൂർ മണിപ്പൂർ. നമ്മൾ അതിൻ്റെ അടിയിൽ മണിപ്പൂരിൽ എന്താണ് നടക്കുന്നത് അതിൻ്റെ ഹിസ്റ്ററി ചോദിക്കുകയാണെങ്കിൽ പിന്നെ ആ ഏരിയയിൽ ആളെ കാണത്തില്ല. അതുപോലെ ഇവർക്ക് ഈ മണിപ്പൂർ മാത്രമേ ഇതുവരെയായിട്ട് അറിയത്തുള്ളൂ പറയാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതൽ ഇപ്പം വരെ എത്ര കലാപം നടന്നിട്ടുണ്ട്, എത്ര വയലൻസ് വിപ്ലവങ്ങൾ നടന്നിട്ടുള്ളത് ഒന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം ഈ പുതിയ റൂളിംഗ് പാർട്ടി വന്നതിൽ പിന്നെ എന്തോ നടന്നതാണ് ഈ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് നടന്ന 1947 നടന്ന ഇന്ത്യയുടെ പാർട്ടീഷൻ റൈറ്റ്സ് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം എന്താണെന്നുള്ള എനിക്കറിയത്തില്ല. അത് കാരണം ഇപ്പോഴും ആൾക്കാർ, നമ്മുടെ ജവാന്മാർ ബോർഡറിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അല്ലാതെ നോർമലി ഒരു കലാപം നടന്നാൽ ആ കുറച്ച് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇത് കോലാഹലം കെട്ടടങ്ങും. പക്ഷേ 1947 നടന്ന പാർട്ടീഷൻ കാരണം ഇപ്പോഴും നമ്മുടെ ജവാന്മാർ മരിച്ചു വീഴുന്നുണ്ട് ബോർഡറിൽ. അതാരും പറഞ്ഞു കേട്ടിട്ടില്ല. രണ്ടാമത് 1969 ഒരു വലിയ ഗുജറാത്ത് റൈറ്റ്സ് നടന്നായിരുന്നു. അതിനെക്കുറിച്ച് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. 89 ബഗൽപൂർ റൈറ്റ്സ് നടന്നിട്ടുണ്ടായിരുന്നു. അത് കേൾക്കാനില്ല. കാശ്മീർ റൈറ്റ്സ്, അതിനെക്കുറിച്ച് ഈയിടെ മൂവിയും കൂടെ വന്നത്, കാശ്മീർ ഫയൽസ് എന്നും പറഞ്ഞു. കാശ്മീരിലുള്ള പണ്ഡിറ്റിനെ എല്ലാം ഓടിച്ച കഥകൾ, കൊന്ന കഥകളും ഒക്കെ മിക്കവർക്കും അറിയാവുന്ന കഥയായിരിക്കും. ഗോദ്രാഖണ്ഡ്, അയോധ്യയിൽ നിന്ന് വന്ന തീർത്ഥാടകരെ സബർമതി എക്സ്പ്രസ്സിൽ സ്റ്റോപ്പിൽ വന്നപ്പം നടന്ന വയലൻസ്, ഇതൊക്കെ വലിയ വലിയ റയറ്റ്സാണ്. ആർക്കും അറിയത്തില്ല, അവർക്കൊരു ബന്ധമില്ല ഈ മണിപ്പൂരിലെ ഇന്ന് തുടങ്ങിയതല്ല, 70s മുതൽ നടക്കുന്ന കലാപമാണ് അവിടുത്തെ. അല്ലാതെ ഇന്നോ ഇന്നലെയോ അല്ല ഈ 6 മാസം മുമ്പല്ല അവിടെ റയറ്റ്സ് നടക്കുന്നത്. മനസ്സിലായോ? 70s, അതായത് എപ്പോ മുതൽ. ഇപ്പോഴാണോ നിങ്ങൾക്കൊക്കെ ഇത് ഓർമ്മ വന്നതും, അല്ലെങ്കിൽ ഇപ്പോഴാണോ നിങ്ങളിതൊക്കെ കേൾക്കാൻ തുടങ്ങിയതും? അതിനാണ് പറഞ്ഞത് പുസ്തകം എടുത്ത് വായിക്കാൻ. ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ചുമ്മാ ഇങ്ങനെ വായി വരുന്ന കോതയ്ക്ക് പാടാനുള്ളതല്ല. അതിനാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം നമുക്കറിയാൻ മേലെങ്കിൽ ഫസ്റ്റ് വായിച്ച് പഠിക്കുക, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒഫീഷ്യൽ സൈറ്റിൽ പോയി നോക്കുക, എന്നിട്ട് വരണം വളവളവളാന്ന് എഴുതാൻ. കേട്ടോ? മതസൗഹാർദ്ദം ഉള്ള ഈ കേരളത്തിൽ മതസൗഹാർദ്ദം തകർക്കാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കുകയെന്നാണ് കുറേ പേര് പറയുന്നത്. ഞാൻ പല പല സ്റ്റേറ്റിലും താമസിച്ചവളാണ്. തമിഴ്നാട്, ചെന്നൈ ആണേലും ബാംഗ്ലൂർ ആണേലും ആന്ധ്രാപ്രദേശ് ആണേലും എങ്ങും ഇല്ല പ്രോബ്ലം. നിങ്ങളുടെ കേരളത്തിൽ മാത്രമല്ല, എങ്ങും ഇല്ല പ്രോബ്ലം. എവിടാ പ്രോബ്ലം ഉള്ളത്? ഉടനെ പറയും UP എന്ന് പറയും. ആ ഒരു സ്റ്റേറ്റ് മാത്രം നിങ്ങൾക്ക് അറിയത്തുള്ളൂ പേര്. ഇപ്പം ഈ മണിപ്പൂർ പറയുന്ന പോലെ ഊപ്പി എന്ന് പറഞ്ഞാൽ ഊപ്പി അല്ലെങ്കിൽ ഗുജറാത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രബുദ്ധ മലയാളി എന്ന് പറയുന്നത് ഇതാണോ? അതാണ് ഏതോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ, പഠിക്കാതെ കുറേ A+ കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? A+ കിട്ടിക്കൊണ്ട് ഇറങ്ങുന്ന പിള്ളേർക്കൊക്കെ ഇങ്ങനെയായിരിക്കും. ഇതുപോലെ ഇറങ്ങിയതുങ്ങളായിരിക്കും ഈ കുത്തിപ്പിടിച്ചിരുന്ന് മണിപ്പൂർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടൈം എന്തേലും വന്ന്
എഴുതണമെന്നുണ്ടെങ്കിൽ വായിച്ച് പഠിച്ചേച്ച് വന്ന് എഴുതുക. കേട്ടല്ലോ. ഇപ്പോൾ ഉള്ള ജനറേഷൻ തിരിച്ചു ചോദിക്കാൻ പഠിച്ചവരാണ്. നിങ്ങളെപ്പോലെ സ്കൂളിൻ്റെ വരാതെ പോലും കയറാതെ A+ വാങ്ങിച്ചേച്ച് നടക്കുന്നവരല്ല. കേട്ടല്ലോ. ഈ ജാതിയുടെ പേരിൽ എത്ര കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിട്ടുള്ളത് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ എണ്ണി 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 പറയാം. അതുകൊണ്ട് ഇവർ വന്നാലേ ഇവിടെ ജാതിയുടെ പേരിലുള്ള കൊല നടക്കും എന്നുള്ള മാലപ്പടക്കമൊന്നും ഇവിടെ പൊട്ടിക്കരുതേ.